കാരണഭൂതം ഇതൊക്കെ LDF അല്ലാതെ മറ്റാരുണ്ട്? നിങ്ങളുടെ ഈ പരസ്യം തന്നെ ഈ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ പരസ്യമില്ലടോ. LDF അല്ലാതെ മറ്റാരുണ്ട്? എന്താ നിങ്ങൾ മാത്രമേ ഇതിനൊക്കെ പറ്റുള്ളൂ? അല്ല, അറിയാൻ ചോദിക്കുക. LDF അല്ലാതെ മറ്റാരുണ്ട്? എല്ലാം ചെയ്യാൻ ഞങ്ങള് ഇതെന്താ നിങ്ങളെന്താ ദൈവം? ഇവിടെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളാണ് തീരുമാനിക്കുക ഞങ്ങൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ശബരിമലയിൽ സ്വർണം കട്ടിലിടോ, അല്ലേ? സ്വർണം കട്ടിൽ നിങ്ങൾ എത്ര സോണിയാഗാന്ധിന്റെ ഫോട്ടോ കാണിച്ചാലും ആൾക്കാർക്കൊക്കെ അറിയാം നിങ്ങളാണ് കട്ടതെന്ന് അറിയാം, അല്ലേ? കരുവന്നൂർ ബാങ്കിലെ പൈസ കട്ടിലിടോ, കട്ടിലേ? നിങ്ങൾ കക്കുക. രക്തസാക്ഷി ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് കട്ടിലിടോ. കട്ടകാര്യം ചോദിച്ചപ്പം, കട്ടകാര്യം ചൂണ്ടിക്കാട്ടിയപ്പം ആ ചൂണ്ടിക്കാട്ടിയ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ നിങ്ങളെല്ലാം കള്ളനാക്കി. നിങ്ങൾ എല്ലാവരും പാടിയല്ല കേട്ടോ. സ്വരാജ് എന്ന് പറയുന്ന അധമൻ പൂമരൻ കള്ളൻ വിളിച്ച കള്ളൻ. ഇവനാണ് കള്ളൻ. ഇവനൊരു പുസ്തകം ഇറക്കി, പൂമരന്റെ ഒരു പുസ്തകം. ആ പുസ്തകത്തിലെ കാര്യങ്ങൾ മുഴുവൻ ഇവൻ കോപ്പി അടിച്ചതാണ്, കള്ളത്തരാണ്. ഇതൊക്കെ കേരളീയ സമൂഹം അറിഞ്ഞതല്ലേ? ഇവന്റെ വിചാരം ഇതൊന്നും ആർക്കും അറിയില്ല എന്നാണ്. എന്നിട്ട് കള്ളൻ എന്ന് വിളിക്കുക, കുഞ്ഞികൃഷ്ണൻ സഖാവിനെ കള്ളൻ വിളിക്കാൻ ഇവനൊക്കെ എമ്മാതിരി. എന്നിട്ട് ഇവൻ സഖാവ് ഇവൻ ഇങ്ങനെ ഞെളിക്കുന്നത് പത്രസമ്മേളനം, അല്ലേ? ഇപ്പൊ ഗോവിന്ദ മാഷ് നമുക്കറിയാം, അയാൾ ഒരു ഊള സഖാവാണ്. ഒന്നുമില്ലെങ്കിൽ കുറെ ഇങ്ങനെ വളിച്ച തമാശകൾ പറയും. അപ്പം വിൽക്കേണ്ട കാര്യം, പിന്നെ എന്താ പറയാ, 490 വണ്ടി അങ്ങോട്ട്, 490 വണ്ടി ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ വെറുതെ തമാശയൊക്കെ പറയും. ഓഹോ എന്നൊക്കെ പറഞ്ഞാണ്ട് കോപ്പിരാട്ടൊക്കെ കാണിക്കും. സ്വരാജ് അങ്ങനെയല്ല. സ്വരാജ് ഇങ്ങനെ പിണറായി വിജയൻ പഠിക്കുകയാണ്, ഇങ്ങനെ മസിലൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് എടോ സ്വരാജേ നീ ഒരു കാര്യം ചെയ്യണേ. നീ ആ മറ്റേ കോവിഡ് കാലത്തെ ഒരു പ്രസംഗം നടത്തിയിരുന്നല്ലോ. 2 കാര്യങ്ങളിൽ പറഞ്ഞിരുന്നു, അല്ലേ? അതിപ്പോഴും വൈറലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഒന്ന്, മാളികപ്പുറത്തമ്മ കരഞ്ഞപ്പോഴാണ് ഇവിടെ പ്രളയം ഉണ്ടായത്. പറഞ്ഞതാണല്ലോ, സ്വരാജ് പറഞ്ഞതാണല്ലോ, മൈക്ക് കെട്ടി പറഞ്ഞതാണല്ലോ. മാളികപ്പുറത്തമ്മ കരഞ്ഞപ്പോഴാണ്. കേരളത്തിൽ എങ്ങനെ പ്രളയമുണ്ടായി? കേരളത്തിൽ പ്രളയമുണ്ടായത് മാളികപ്പുറത്തമ്മ കരഞ്ഞപ്പോഴാണ്. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല, കാരണം കല്യാണം കഴിച്ചു. അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിച്ചു. കഴിഞ്ഞ പ്രളയകാലത്ത് അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിച്ചു. അതുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല. അതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും ഇനി ശബരിമലയിൽ പോകാം. എടോ പൂമര, എടോ സ്വരാജേ, നിനക്ക് ധൈര്യമുണ്ടോ? ഇലക്ഷൻ ഇനി ഏതാനും മണിക്കൂറുകൾ. മൈക്ക് കെട്ടി പ്രസംഗിക്കടോ ഒന്നും കൂടി. അതല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നമ്മൾ വാക്ക് മാറ്റാൻ പാടില്ല. നീ 3-4 വർഷം മുമ്പ് പ്രസംഗിച്ച അതേ കാര്യം മൈക്ക് കെട്ടി പ്രസംഗിക്കടോ സ്വരാജേ. അതായത് ഇവിടെ പ്രളയം ഉണ്ടായത് മാളികപ്പുറത്തമ്മ അറിഞ്ഞിട്ടാണ്. അയ്യപ്പനും മാളികപ്പുറത്തമ്മയും കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയൊന്നല്ല. എല്ലാ സ്ത്രീകൾക്കും അവിടെ ശബരിമലയിലേക്ക് പോകാമെന്ന് പറയടോ സ്വരാജേ. പേടിയല്ലേ നിനക്ക് മറ്റേത് നല്ല ധൈര്യമാണ്. കുഞ്ഞികൃഷ്ണൻ കള്ളനാണ്, അല്ലെ? കുഞ്ഞികൃഷ്ണൻ കള്ളനാണ്. കോൺഗ്രസ്സുകാർ ശവന്തൂക്കികളാണ്. കോന്റെ ഓരോ പ്രയോഗം ശവന്തൂക്കികളാണ് കോൺഗ്രസ്സുകാർ എന്താ വീടുണ്ടാക്കാത്തതെന്ന്? കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കുന്നില്ലടോ. കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കുന്നില്ല എന്ന് നിനക്കെന്ത് പ്രശ്നം? നിന്റെ സർക്കാർ ഉണ്ടല്ലോ, നിന്റെ ഓമന സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, ആ സർക്കാർ 2 കൊല്ലായിട്ട് ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? 2000 കോടി കയ്യിൽ വെച്ചിട്ട് 2 കൊല്ലായിട്ട് ഒരാൾ അവിടെ താമസിക്കുന്നുണ്ടോ? പറയും. എന്നിട്ട് മറ്റേ കോൺഗ്രസ്സുകാർ കണക്ക് പറയണം. കോൺഗ്രസ്സുകാർ കണക്ക് പറയില്ലടോ. നീ ആദ്യം ധനരാജ് രക്തസാക്ഷി ഫണ്ട് മുഖ്യ കണക്കെടുക്ക്. മറ്റേ നമ്മുടെ വട്ടവളയിലെ അഭിമന്യു, അല്ലെ? മഹാരാജാസ് കോളേജിലെ അഭിമന്യു, നിങ്ങളുടെ സഖാവ് SDPIക്കാർ കുത്തിമലർത്തിയ ആ അഭിമന്യുവിന്റെ പേരിൽ നിങ്ങൾ 3.25 കോടി പിരിച്ചല്ലോ, അല്ലെ? അതിന്റെ കണക്കൊക്കെ വെക്കണോ. ആകെ 10-15 ലക്ഷത്തിന് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ പാവങ്ങൾക്ക്. ആ അഭിമന്യുവിനെ അപമാനിച്ചുകൊണ്ട് ഇപ്പൊ ഈ കുത്തിമലർത്തിയ ആളുടെ കൂടെയാണ് നിങ്ങളിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. SDPIയുടെ വോട്ട് വന്നോട്ടെ എന്നാ പറയുന്നത്. ഞങ്ങൾ വേണ്ടാന്ന് പറയില്ല എന്നാ പറയുന്നത്, അല്ലേ? അത് പറഞ്ഞു തുടങ്ങിയ തീരില്ല. ഒരു ദിവസം മുഖ്യനെ എത്ര പരസ്യത്തിൽ കാണണം? നാണമാകുന്നില്ലേ ഈ മനുഷ്യന്, അല്ലേ? ശക്തിധരൻ ചോദിക്കുന്നത്. എന്താ പറയാ, ആ പോസ്റ്റിന്റെ താഴെ ഒരുപാട് കമന്റുകളുണ്ട്. അതിലൊരു കമന്റാണ്, നാണമില്ലാത്തവന്റെ ആസനത്തിൽ ഒരാല് മുളച്ചാൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. സിനിമയിൽ പറഞ്ഞ പോലെ എന്റെ തല എന്നും പറഞ്ഞ്, അപ്പന്റെ ശ്രീനിവാസന്റെ ഡയലോഗാണ്,
എന്റെ തല എന്നും പറഞ്ഞും കാണിച്ചും ഞാൻ പ്രസിദ്ധനാകണം എന്ന ഭ്രാന്ത് തലക്ക് പിടിച്ചാൽ എന്ത് ചെയ്യും? മറ്റാരും പാർട്ടിയിൽ പാടില്ല എന്നുകൂടിയല്ലേ അതിന്റെ സൂചന? എനിക്ക് ശേഷം പ്രളയം എന്നും അർത്ഥമുണ്ടാവും. CPM എന്ന പാർട്ടിയുടെ അന്ത്യമാണ് ഈ മനുഷ്യൻ ഒരുക്കുന്നത്. ഇതൊക്കെ നേരത്തെ നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. CPM എന്ന പാർട്ടിയുടെ അന്ത്യമാണ് ഈ മനുഷ്യൻ ഒരുക്കുന്നത്. അതോടെ ഈ പാർട്ടി ഇന്ത്യയിൽ തന്നെ ഇല്ലാതാകും. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ഉദ്യമം CPM മുക്ത ഭാരതം എന്നാകും. അപ്പൊ കോൺഗ്രസ് എന്തായാലും ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊരു സംഭവം ഇല്ല. കാരണം കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണ്. കോൺഗ്രസ് ഇങ്ങനെ അടി ഉണ്ടാക്കും, കോൺഗ്രസ് ഇങ്ങനെ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കും. പക്ഷെ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം ഇന്ത്യ ഉള്ളിടത്തോളം കാലം കോൺഗ്രസ് ഇവിടെയുണ്ട്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ആ രീതിയിലുള്ള ഒരു എന്താ പറയാ, അതിന്റെ സംഘടന അങ്ങനെയാണ്. സംഘടനാ തത്വങ്ങളും അതിന്റെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ്. അതല്ലാതെ ഒരു കേഡർ സംഘടനയൊന്നുമല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിന് അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം ഒന്നും ആക്കാൻ പറ്റില്ല. പക്ഷേ CPM മുക്ത ഭാരതം ആക്കാം എന്നല്ലാതെ ആയി തുടങ്ങി. ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം CPM മുക്ത ഭാരതം, CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയിൽ നേരത്തെ ഇല്ല, ഇനി കേരളത്തിലും കൂടിയും ഇല്ലാതെയാവുന്നു. ഈ നാടകത്തിന്റെ പടം കാണും തോറും UDFന്റെ വോട്ട് കൂടുന്ന പറയുന്നത് അത് ശരിയാണ്. ഈ കാരണഭൂതത്തിന്റെ പടം ഇങ്ങനെ കാണുന്നതിനനുസരിച്ച് UDFന്റെ വോട്ട് കൂടും. അതായത് കാരണഭൂതത്തിന്റെ ഈ അളിഞ്ഞ മീന്ത കാണുന്നതിനനുസരിച്ച് UDFന്റെ വോട്ട് ഇങ്ങനെ കൂടിക്കോളും. അപ്പം ഗോവിന്ദൻ വായ തുറന്നാൽ അതിനനുസരിച്ച് വോട്ട് ഇവിടെ കൂടും. M സ്വരാജ് വായ തുറന്നാൽ അതിനനുസരിച്ച് വോട്ട് ഇവിടെ കൂടും. പിന്നെ അരുൺകുമാറും അമ്മാതിരി കുറെ ന്യായീകരണ കമ്മികളുണ്ട്. ന്യായീകരണ കമ്മികൾ വന്ന് TV ചർച്ചകളിൽ വായ തുറന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വോട്ട് UDFന് കൂടും. UDFന് പ്രത്യേകിച്ച് എന്താ പറയാ, ഇലക്ഷൻ പ്രചാരണത്തിന് ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി. കാരണം പ്രചാരണമൊക്കെ ആര് നടത്തുന്നുണ്ട്? പ്രചാരണമൊക്കെ LDFകാർ നടത്തുന്നുണ്ട്. LDFകാരുടെ പ്രചാരണം യഥാർത്ഥത്തിൽ ഇതൊക്കെ ആർക്ക് ഗുണകരമാവുകയാണ്? UDFന് ഗുണകരമാവുകയാണ്. എനിക്ക് തോന്നുന്നതാണ്. അതായത് എത്രയോ 210-215 കോടി ചെലവിട്ടിട്ടാണ് ഈ നാട് മുഴുവൻ ഈ ഹോർഡിങ്ങുകൾ. ഏതാണ്ട് 600-700 കോടിയാണ് ഇയാൾ ഈ TV പരസ്യങ്ങള്, പത്രത്തിലെ പരസ്യങ്ങള്, സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്ക് തീർക്കാൻ വേണ്ടിയിട്ട് LDF അതിൽ കുറെ നമ്മുടെ ഖജനാവുന്നു, കുറെ PRD വക കുറെ ആൾക്കാരെ കണ്ണൂരിട്ടിട്ട്, മരുമാൻ കുറെ ആൾക്കാരെ കണ്ണൂരിട്ടിട്ട് കുറെ ബോർഡുകൾ ഉണ്ടാക്കിക്കുന്നത്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞല്ലോ, നമ്മുടെ വകുപ്പുകൾ, ആഭ്യന്തര വകുപ്പിന്റെ പരാജയം, പിന്നെന്താണ് ഈ ആരോഗ്യ വകുപ്പിന്റെ പരാജയം, എണ്ണിനി പറയുകയാണെങ്കിൽ എല്ലാ വകുപ്പുകളും പരാജയമാണ്. മരുമോന്റെ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പിന്റെ എന്ത് പണിയാണ് ഇവിടെ കാര്യമായിട്ട് നടന്നത്? എവിടെ നോക്കിയാലും അഴിമതിയല്ലോ. ജി സുധാകരൻ സഖാവ് ഏറ്റവും മാന്യമായി നടത്തിയൊരു വകുപ്പല്ലായിരുന്നു പാലത്തിന് പെയിന്റ് അടിക്കല്, പാലത്തില് ബൾബ് തൂക്കല്. ഇതിന്റെ ഒക്കെ ഇടയിൽ അടിച്ചു മാറ്റുന്ന കോടികൾ എത്ര ഇതൊക്കെ നാട്ടുപാട്ടാണെന്നേ. ഇയാള് മറ്റേ എന്താ പറയാ, ഇതിന്റെ മന്ത്രിയാണ്, ഏതിന്റെ, ടൂറിസത്തിന്റെ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയാം. കേരളത്തിൽ ഭാവനാസമ്പന്നനായ ഒരു ടൂറിസം മന്ത്രി ഉണ്ടെങ്കിൽ അത് മാത്രം മതിയടോ. കേരളത്തെ രക്ഷപ്പെടുത്താൻ ടൂറിസം വകുപ്പ് വിചാരിച്ചാൽ മതി. കേരളത്തിലേക്ക് വിദേശ സഞ്ചാരികളുടെ കുത്തൊഴുക്കായിരിക്കും. ആ രീതിയിലുള്ള പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഇയാള് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും? നേരത്തെ ഉണ്ടായിരുന്ന ടൂറിസം കേന്ദ്രങ്ങൾ പോലും പരിപാലിച്ച് നടത്താതെ പുതുതായിട്ട് എന്താണ് ഉണ്ടാക്കിയത്? ഇതൊക്കെ ജനങ്ങൾ പരസ്പരം ചോദിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇയാളുടെ പടം ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ എന്താ പറയാ പ്രദർശിപ്പിച്ചുകൊണ്ട് LDFന് വോട്ട് കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. അതായത് നേരത്തെ പറഞ്ഞ പോലെ, ഏഷ്യാനെറ്റ് ചർച്ചയിൽ പറഞ്ഞ പോലെ, നാട്ടില് ഭരണവിരുദ്ധ വികാരം, ഓരോ വകുപ്പിനെ കുറിച്ചുള്ള എന്താ പറയാ മോശം അഭിപ്രായങ്ങൾ, ഏറ്റവും വലിയ കൊള്ളക്കാരാണ്, കള്ളന്മാരാണ് എന്ന് പറയുന്ന ആ ഒരു ധാരണ ജനങ്ങൾക്ക്, ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോപ്പഗണ്ട കൊണ്ട് കഴിഞ്ഞ 10 വർഷം പവർ കട്ട് ഇല്ലാത്ത കേരളം, കഴിഞ്ഞ 10 വർഷം സ്കൂൾ കുട്ടികൾക്ക് നേരത്തെ പുസ്തകം കിട്ടുന്ന കേരളം, കഴിഞ്ഞ 10 വർഷം റേഷൻ അത് സ്റ്റാറ്റ്യൂട്ടറിയാണോ? ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും റേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. അത് നിയമാനുസൃതങ്ങളാണ്. അതിങ്ങനെ പിണറായി വിജയന്റെ ഔദാര്യമല്ല. എന്തോ ഞങ്ങൾ റേഷൻ KSRTC എന്തോ ലാഭത്തിലാക്കുന്നത് 12,000 കോടിയാണ് ഈ 10 വർഷത്തിനിടയിൽ KSRTCക്ക് ഈ ഖജനാവ് നിർത്ത് കൊടുത്തത്. എന്നിട്ട് KSRTC ലാഭത്തിലായത്രേ. കള്ളത്തരം ഞാൻ പറയാ. പ്രോപ്പഗണ്ട, ഈ നമ്മുടെ പൈസ ഉപയോഗിച്ച് കണ്ട് ഇങ്ങനെ കള്ളപ്രചാരണങ്ങൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശക്തിധരന്റെ ഈ കുറിപ്പ്. വേറെ ആൾ പറയുന്നത് എന്താ അറിയോ? ബേബി
ഗോവിന്ദൻ നായർ പറയുന്നത് ഇതിപ്പോൾ ഷക്കീലയുടെ എ പടത്തിന്റെ പരസ്യം പോലെ ആയല്ലോ എന്നാണ്. ഇനി ഞാൻ പറയുന്നില്ല, സഭ്യേതരമല്ലാത്തത് കൊണ്ട് ബാക്കി ഞാൻ വായിക്കുന്നില്ലേ. ഇനി കാരണഭൂതന്റെ വേണ്ട. പിന്നെ പോൾ കോട്ടയം പറയുന്നു MC റോഡ് വഴി യാത്ര ചെയ്യാൻ പറ്റില്ല, എല്ലാ വളവിലും കൊരങ്ങന്റെ ഫ്ലക്സ് ആണ്, പോകുന്ന കാര്യം നടക്കില്ല. ഇത് കണ്ടാ പിന്നെ അന്നത്തെ കാര്യം പോയി. അതാണ് വേറെ രസം. ഈ അളിഞ്ഞ മീന്ത കണ്ടാ പിന്നെ അന്നത്തെ കാര്യം പോയി, ഒരു കാര്യം നടക്കില്ല. അപശകുനല്ലേ, അപശകുനം. വേറെ ഇബ്രാഹിം TK പറയുന്നത് എന്താ അറിയോ? ആധുനികമായ ഒന്നിനെ കുറിച്ചും ഒരക്ഷരം അറിയാത്ത, ഒട്ടും ശാരീരിക ക്ഷമതയോ മനസ്സാന്നിധ്യമോ ഇല്ലാത്ത, ഏകാധിപതിയും ധിക്കാരിയും അഹങ്കാരിയുമായ ഒരു വൃദ്ധനെ അധികാരമേൽപ്പിക്കാൻ പാടുപെടുന്ന യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാം അടങ്ങിയ ഒരു അടിമ വംശത്തെ ഓർത്ത് ലജ്ജിക്കുന്നു. കയ്യടിക്കേണ്ട ഒരു പോസ്റ്റാണ് അല്ലേ? നമുക്കൊന്നും കൂടി അത് വായിക്കാം കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണേ. ആധുനികമായ ഒന്നിനെ കുറിച്ചും ഒരക്ഷരം അറിയാത്ത, ഒട്ടും ശാരീരിക ക്ഷമതയോ മനസ്സാന്നിധ്യമോ ഇല്ലാത്ത, ഏകാധിപതിയും ധിക്കാരിയും അഹങ്കാരിയുമായ ഒരു വൃദ്ധനെ അധികാരമേൽപ്പിക്കാൻ പാടുപെടുന്ന യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങിയ ഒരു അടിമ വംശത്തെ ഓർത്ത് ലജ്ജിക്കുന്നു അല്ലേ? പിന്നുള്ളത് മിനിറ്റിൽ TV-യിലും പത്രത്തിലും കണ്ടുകൊണ്ടേയിരുന്ന് വെറുത്തു പോകുന്നു എന്ന് അയാളുടെ പറ്റിച്ചേർന്ന ആരാധകർ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പിണറായിന്റെ ആരാധകർ പോലും പറഞ്ഞിരിക്കുന്നു. ഈ പണ്ടാരത്തിന്റെ മുഖം ഒന്ന് കാണാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പിണറായി വിജയന്റെ ആരാധകർ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത്തരം ആളുകളെ പൊതുപ്രവർത്തകരായി അംഗീകരിക്കാൻ കഴിയുക? ഒരു പ്രസ്ഥാനം അതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അതാണ് ഇവിടെ നടക്കുന്നത്. അറപ്പും വെറുപ്പുമാണ്. റോഡിൽ ഇറങ്ങാൻ നിർത്തിയില്ല, എങ്ങോട്ട് തിരിഞ്ഞാലും ആ ദുർമുഖം. എന്നാൽ പിന്നെ വീട്ടിലിരുന്ന് TV കാണാമെന്ന് വിചാരിച്ചാലോ, മിനിറ്റിന് ആ മോന്ത തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വിചാരിക്കും ഫേസ്ബുക്കിൽ നോക്കിയിരിക്കാമെന്ന്. അതിലും രക്ഷയില്ല. ഏപ്രിൽ 9 വരെ സഹിക്കുക, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഏപ്രിൽ 9 തീയതി വരെ തൽക്കാലം പുറത്തിറങ്ങിയാൽ അന്നത്തെ പരിപാടി ഒന്നും നടക്കില്ല. കാരണഭൂതത്തിന്റെ മുഖേ കാണുള്ളൂ. TV ഓൺ ചെയ്യണ്ട, TV ഓൺ ചെയ്താൽ അതേ കാണുള്ളൂ. പത്രം മറക്കേണ്ട, പത്രം മറിച്ചു കഴിഞ്ഞാൽ അതേ കാണുള്ളൂ. തൽക്കാലം കണ്ണും പൂട്ടിയിരിക്കുക. എന്നിട്ട് 9 തീയതി പോയി കണ്ട് കുത്തുക. എന്നിട്ട് പറയാം കടക്ക് പുറത്ത്. എന്താണ് കടക്ക് പുറത്ത്? അതേ മാർഗമുള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.